എനിക്ക് തന്നെ അറിയാം എനിക്ക് ഈ ഭാഗ്യം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത്. അതെന്താ? പ്ലാൻ ചെയ്തെങ്കിലേ ഞാൻ തിരിച്ചു വരുള്ളൂ. വേറെ ഒരു ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതിന് നല്ല കൂളായിട്ട് തിരിച്ചു വരും. അവന് നല്ല ഭാഗ്യമാണ്. സമയം പറഞ്ഞാൽ നല്ലതാണ്. ഞാൻ എന്തിലിറങ്ങിയാലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യും. അത് തന്നെ കാര്യം. അതുകൊണ്ടാണോ ഞാൻ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് എൻ്റെ ഇന്നയാൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ട് പോണേ? അത് തീർച്ചയായിട്ടും എഴുതി വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും 3 പ്രധാന സംരംഭങ്ങളുണ്ട്. ടെലിവിഷൻ ചാനലുണ്ട്, പ്രസിദ്ധീകരണശാലയുണ്ട്, ടൂർ കമ്പനിയുണ്ട്, വേറെയും പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. എറണാകുളത്ത് സ്റ്റുഡിയോ കോംപ്ലക്സ്, ഫെസിലിറ്റികൾ, ഇതൊക്കെ നമ്മൾ വളരെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൊരു വ്യക്തതയില്ലാതെ ഞാനൊരു ദിവസം ഇല്ലാതായി പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു പേജ് എഴുതി വെച്ചാൽ അതിനെല്ലാം സൊല്യൂഷൻ ആകുമെങ്കിൽ അതല്ലേ ബുദ്ധി അല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും? ഒന്നായിരിക്കും എൻ്റെ പെട്ടെന്നൊരു ആബ്സെൻസിൽ മൊത്തം കൺഫ്യൂഷൻ ആവില്ലേ? ഇത് വലിയ ആനബുദ്ധിയൊന്നുമല്ല, ചെറിയ ബുദ്ധിയാണ്, ചെറിയ കോമൺ സെൻസാണ്. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. നാളെ എന്തായിരിക്കും എന്ന് അറിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല നാളെ എന്താണെന്ന്. അപ്പോൾ ഒരു ക്ലാരിറ്റി നമ്മളുടെ കുടുംബത്തിന്, നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ പ്രകടമായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മരണശേഷമെങ്കിലും അവർക്ക് കിട്ടുന്ന പോലൊരു സാധനം ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം.